തമിഴകം ഒരുപോലെ സന്തോഷത്തോടെയും ദുഃഖത്തോടെയും കേട്ട വാർത്തയായിരുന്നു ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശനം. ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കിയതിനു ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് എന്ന ദളപതിയുടെ തീരുമാനം അദ്ദേഹത്തിന്റെ സിനിമാ പ്രേമികൾക്ക് തെല്ലൊരു ദുഃഖമൊന്നുമല്ല ഉണ്ടാക്കിയത്. പക്ഷേ സിനിമകളിൽ ജനങ്ങളെ രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ ദളപതി ജീവിതത്തിലും ജനങ്ങൾക്കായി മുന്നിട്ടിറങ്ങിയതിന്റെ സന്തോഷവും അവർക്കുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തമിഴക വെട്രി കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചത്. TVK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട പാർട്ടിക്ക് ഇപ്പോൾ പേരിന്റെ പേരിൽ തന്നെ പണി കിട്ടുമോ എന്ന ആശങ്കയിലാണ്. കാരണമായിരിക്കുന്നത് ഇതേ ചുരുക്കപ്പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മറ്റൊരു പാർട്ടിയാണ്. തമിഴക വാഴ്വുരിമൈ കക്ഷി എന്നാണ് മുന്നേ രജിസ്റ്റർ ചെയ്ത പാർട്ടിയുടെ പേര്. ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്തായി TVK. അതുകൊണ്ട് തന്നെ നടൻ വിജയ് രൂപവത്കരിച്ച പാർട്ടിക്ക് തമിഴക വെട്രി കഴകം എന്ന പേര് നൽകരുതെന്നാണ് തമിഴക വാഴ്വുരിമൈ കക്ഷി നേതാവായ വേൽമുരുകൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രണ്ട് പാർട്ടികളുടെയും ഇംഗ്ലീഷിലുള്ള ചുരുക്കപ്പേര് TVK എന്നാണെന്നും അത് ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നുമാണ് വേൽമുരുകൻ മുന്നോട്ട് വെക്കുന്ന പരാതി. ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കാൻ ആർക്കും അധികാരമുണ്ടെന്നാണ് വേൽമുരുകന്റെ പക്ഷം. അതേസമയം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുമുണ്ട്. 2012 തമിഴക വാഴ്വുരിമൈ കക്ഷി എന്ന പാർട്ടി രൂപീകരിച്ചത്. ക്യാമറ ചിഹ്നത്തിൽ ഈ പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വിജയുടെ TVKയും പഴയ TVKയും ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നതിൽ തർക്കിക്കാൻ കഴിയില്ല. പുതിയ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകുമ്പോൾ പേരൊരു പ്രശ്നമാകുമെന്നും ഈ വിഷയം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുമാണ് വേൽമുരുകൻ പറഞ്ഞത്. ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ വിജയ് തന്നെയായിരുന്നു പാർട്ടിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നത്. വിജയ് പീപ്പിൾസ് മൂവ്മെന്റ് നിരവധി സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സന്നദ്ധ സംഘടന കൊണ്ട് മാത്രം സമ്പൂർണമായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാലാണ് രാഷ്ട്രീയത്തിലേക്കുള്ള പൂർണ്ണമായ പ്രവേശനമെന്നായിരുന്നു അന്ന് നടൻ പറഞ്ഞത്. ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തെ പാർട്ടിയാക്കി മാറ്റുമെന്നൊക്കെയായിരുന്നു ആദ്യം വന്ന അഭ്യൂഹങ്ങൾ. എന്നാൽ അത് ആരാധക സംഘടനയായി തന്നെ നിലനിർത്തിക്കൊണ്ടാണ് തമിഴ്നാടിന്റെ പാരമ്പര്യത്തിന് അനുയോജ്യമായ പേര് മതി എന്ന പൊതു അഭിപ്രായത്തിൽ നിന്ന് തമിഴക വെട്രി കഴകം എന്ന പേരിലേക്ക് എത്തിയത്. പാർട്ടിയുടെ പതാക ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് വിവരങ്ങൾ. ഒരുപാട് കാലമെടുത്തുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് രാഷ്ട്രീയ പ്രവേശനം എന്നൊരു തീരുമാനത്തിലേക്ക് ദളപതി വിജയ് എത്തിയത്. കാലങ്ങളായി തുടർന്നു പോരുന്ന തന്റെ ആരാധക സംഘടനയിലൂടെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും വിജയുടെ പാർട്ടിക്ക് വളരെ ശക്തമായ അടിത്തറ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും സൂക്ഷ്മവും പിൻബലത്തോടെയും എടുത്ത രാഷ്ട്രീയ പാർട്ടി തീരുമാനത്തിൽ ഇത്തരത്തിലൊരു പാളിച്ച വരുമെന്നുള്ളത് തികച്ചും അപ്രതീക്ഷിതമാണ്. ഇനി ആരുടെ TVK വാഴുമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. Entertainment Desk, Movie World Media.